നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അടിവാരം കൈതപ്പൊയിലിൽ വാഹനാപകടം, 6 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. അപകടം ബസ്സും ജീപ്പും കാറും കൂട്ടിയിടിച്ച്. മരിച്ചവരിൽ വടുവഞ്ചാൽ സ്വദേശിയും 3 കുട്ടികളും. അപകടം 2 മണിയോടെ ദേശീയപാതയിൽ. പച്ചക്കറികളിൽ വില ഉയർന്ന് തക്കാളിയും സവാളയും. വില ഉയരാൻ കാരണം ഉത്തരേന്ത്യയിലേക്കുള്ള കയറ്റുമതി. വില ഇനിയും ഉയരാൻ സാധ്യതയെന്നും കച്ചവടക്കാർ. ബത്തേരി അർബൻ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഈ മാസം 20-ന്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. 13-അംഗ ബോർഡിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് 73 പേർ. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി തിങ്കളാഴ്ച. ഓവുചാലുകളില്ല, മഴ പെയ്താൽ പുഴയായി മാറി. ഊട്ടി കോഴിക്കോട് റോഡിലെ മൂപ്പൈനാട് ജംഗ്ഷൻ. കാടുമൂടി യാത്രാ ദുരിതം തീർത്ത് മുള്ളൻകൊല്ലി പുൽപ്പള്ളി റോഡ്. കാടുമൂടിയത് വാടാനക്കവല മുതൽ ചൈന്ത വരെയുള്ള ഭാഗം. ബത്തേരി ചുങ്കത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല. യാത്രക്കാർ ബസ് കാത്തുനിൽക്കുന്നത് മഴയും വെയിലുമേറ്റ്. സമീപത്തെ കച്ചവട സ്ഥാപനങ്ങൾക്കും ദുരിതം. വിശദമായ വാർത്തകളിലേക്ക്. അടിവാരം കൈതപ്പൊയിൽ ബസ്സും ജീപ്പും കൂട്ടിയിടിച്ച് 6 പേർ മരിച്ചു. വയനാട് വടുവഞ്ചാൽ സ്വദേശി പ്രമോദ്, കൊടുവള്ളി സ്വദേശിയായ മുഹമ്മദ് നിഷാം, ഫാത്തിമ, സുബൈദ, അബ്ദുറഹ്മാൻ എന്നിവരാണ് മരിച്ചത്. മരിച്ചവരിൽ 3 പേർ കുട്ടികളാണ്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പച്ചക്കറികളിൽ വില ഉയർന്ന് തക്കാളിയും സവാളയും. 2 ഇനങ്ങളുടെയും വില ഉയർന്നതോടെ പച്ചക്കറികളിലെ താരമായി മാറിയിരിക്കുകയാണ് ഇവ. ഉത്തരേന്ത്യയിലേക്ക് ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും കൂടുതൽ ഉൽപ്പന്നം കയറ്റിപ്പോകുന്നതാണ് വില ഉയരാൻ കാരണം. പൊതുവെ പച്ചക്കറികളുടെ വില സ്റ്റഡിയായി നിൽക്കുന്ന സമയത്താണ് തക്കാളിയുടെയും സവാളയുടെയും വില ഉയരുന്നത്. തക്കാളിക്ക് കിലോയ്ക്ക് 45 രൂപയും സവാളയ്ക്ക് 35 രൂപയുമാണ് വിപണി വില. 1 മാസത്തോളമായി തക്കാളിയുടെ വില ഉയർന്നു നിൽക്കുകയാണ്. എന്നാൽ സവാളയ്ക്ക് കഴിഞ്ഞ 3 ദിവസത്തിനിടെയാണ് 20 രൂപ വർദ്ധിച്ച് വില 35-ലെത്തിയിരിക്കുന്നത്. ഈ 2 ഉൽപ്പന്നങ്ങൾക്കും ആവശ്യക്കാരേറിയതാണ് വില വർദ്ധിക്കാൻ കാരണം. നിലവിൽ ഉൽപാദന കേന്ദ്രമായ കർണാടകയിൽ നിന്നും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതലായി തക്കാളിയും സവാളയും കയറിപ്പോകുന്നതാണ് വില വർദ്ധിക്കാൻ കാരണം. ഉത്തർപ്രദേശ്, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തക്കാളിയുടെ വില 100 രൂപയിലെത്തിയിട്ടുണ്ട്. പെരുന്നാളും ഓണവും വരുന്നതോടെ തക്കാളിയുടെയും സവാളയുടെയും വില ഇനിയും ഉയരുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. സാധാരണ പച്ചക്കറി സ്വഭാവം എവിടെയെങ്കിലും ഇല്ലെങ്കിൽ ആ സാധനത്തിന് വില കൂടും, ഇല്ല സ്ഥലത്ത് വില കൂടും. ഇപ്പോൾ മൈസൂരുള്ളൂ തക്കാളി, അപ്പോൾ എല്ലാ സ്റ്റേറ്റിലും അവിടെ നിന്ന് തക്കാളി വീണ്. ഇപ്പോൾ തക്കാളി 45 രൂപ, ഉള്ളി അതേമാതിരി 15 രൂപേൻ്റെ ഉള്ളി 35, 36, 34 പേരെ ഉള്ളിക്ക് വില ആയിരുന്നേ. മറ്റേ സാധനത്തിന് കുറച്ച് വില കമ്മിയുണ്ട്. എന്നാൽ ഈ 2 സാധനത്തിന് വേഗം പെട്ടെന്ന് അടിച്ചു കയറി. അത് സാധാരണ കൊല്ലത്തിൽ ഉണ്ടാകുന്നതാണ്. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് പെട്ടെന്ന് അടിച്ചു കയറി. വയനാട് ന്യൂസ്, ബത്തേരി. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഈ മാസം 20-ന്. 13-അംഗ ബോർഡിലേക്ക് 73 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം അടുത്ത തിങ്കളാഴ്ചയാണ്. UDF, LDF മുന്നണികൾ തമ്മിലാണ് മത്സരം. സുൽത്താൻ ബത്തേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 20-ന് നടക്കും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് നടന്നു. 73 പേരാണ് 13-അംഗ ബോർഡിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 7-ന് തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. 6 ജനറൽ, 3 വനിത, 1 SC/ST, 1 ഡെപ്പോസിറ്റ്, 2 പ്രൊവിഷ്യൽസ് അതായത് സഹകരണ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിച്ചവർ എന്നീ വിഭാഗങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. 13,800 വോട്ടർമാരാണ് ബാങ്കിലുള്ളത്. 20-ന് രാവിലെ 9 മണി മുതൽ 4 മണി വരെയാണ് വോട്ടെടുപ്പ്. അന്നു തന്നെ ഫലപ്രഖ്യാപനവും ഉണ്ടാവും. UDF, LDF മുന്നണികൾ തമ്മിലാണ് പ്രധാന പോരാട്ടം. BJP മത്സര രംഗത്തില്ല. കോൺഗ്രസും ലീഗും UDF പാനലിൽ മത്സരിക്കുമ്പോൾ CPM നേതൃത്വം നൽകുന്ന LDF പാനലിലാണ് കേരള കോൺഗ്രസ് മത്സരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതോടെ മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ. നിലവിൽ കോൺഗ്രസാണ് ബാങ്ക് ഭരണം നടത്തുന്നത്. വയനാട് ന്യൂസ്, ബത്തേരി. ഓവുചാലുകളില്ല, മഴ പെയ്താൽ റോഡ് പുഴയായി മാറി. ഊട്ടി കോഴിക്കോട് അന്തർ സംസ്ഥാന പാതയിലെ മൂപ്പൈനാട് ജംഗ്ഷനിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് നാട്ടുകാർക്കും വാഹനയാത്രക്കാർക്കും ദുരിതമാകുകയാണ്. പൊതുമരാമത്ത് വകുപ്പിൽ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെന്ന ആരോപണം. വെള്ളം ഒഴുകിപ്പോകാൻ ഓവുചാലോ മറ്റ് സംവിധാനമോ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ചെറിയൊരു മഴ പെയ്താൽ പോലും റോഡ് പുഴയാകുന്ന പാതയായ കോഴിക്കോട് ഊട്ടി റോഡിലെ മൂപ്പൈനാട് ജംഗ്ഷനിലാണ് റോഡ് വെള്ളത്തിനടിയിലാവുന്നത്. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഊട്ടി കോഴിക്കോട് അന്തർ സംസ്ഥാന പാതയാണിത്. വർഷങ്ങളായി മഴക്കാലത്ത് ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ റോഡിൽ വലിയ കുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ നടപടിയെടുത്തിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. വെള്ളം നിറയുമ്പോൾ റോഡിൽ കുഴിയുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാനാവില്ല. ഇതുകാരണം ഇരുചക്ര വാഹനയാത്രക്കാരടക്കം നിരവധി ആളുകൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. പ്രശ്നപരിഹാരത്തിന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ സമീപിച്ചപ്പോൾ നാട്ടുകാരോട് സ്വന്തം ചെലവിൽ ഓവുചാൽ നിർമ്മിക്കാനാണ് PWD അധികൃതർ നിർദ്ദേശിച്ചത്.
എന്നാൽ ഇത് സംബന്ധിച്ച പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണ് മഴക്കാലത്ത് ശക്തമായ മഴ വന്നു കഴിഞ്ഞാൽ റോഡ് മുഴുവനായിട്ടും വെള്ളവും വാഹനങ്ങൾ തിരിച്ചു പോകുന്നത് കാരണം അപകടങ്ങൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലാണ്. പിന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ കടന്നു പോകുന്ന സമയത്ത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് കടന്നു പോകുന്നത്. വാഹനങ്ങൾ ഒരു ടേണിംഗ് കൂടി ആയതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം നടക്കേണ്ട ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷ. വയനാട് ന്യൂസ്, മേപ്പാടി. മുള്ളൻകൊല്ലി പുൽപ്പള്ളി റോഡിൽ വാടാനക്കവല മുതൽ ചൈന്ത വരെയുള്ള റോഡിലെ കാടുകൾ വെട്ടിനീക്കാൻ PWD അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി. റോഡിലേക്ക് കാട് വളർന്നു നിൽക്കുന്നത് കാരണം അപകടങ്ങൾ വർദ്ധിച്ചിട്ടും അധികൃതർ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വാടാനക്കവല മുതൽ പെട്രോൾ പമ്പ് വരെയുള്ള ഭാഗത്താണ് കാടുകൾ റോഡിലേക്ക് വളർന്നു നിൽക്കുന്നത്. ഇത് കാരണം വാഹനങ്ങൾ വരുമ്പോൾ കാൽനട യാത്രക്കാർക്ക് വശങ്ങളിലേക്ക് ഒതുങ്ങി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നിരവധി വിദ്യാർത്ഥികളടക്കം നടന്നുപോകുന്ന റോഡ് കൂടിയാണിത്. മുൻവർഷങ്ങളിൽ റോഡിനിരുവശവുമുള്ള കാടുകൾ അധികൃതർ വെട്ടിനീക്കിയിരുന്നു. എന്നാൽ ഇത്തവണ യാതൊരുവിധ പ്രവൃത്തികളും ആരംഭിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പ്രധാന പാതയോരമായിട്ട് പോലും ത്രിതല പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡായതിനാൽ കാട് വെട്ടിനീക്കേണ്ട ഉത്തരവാദിത്വം ത്രിതല പഞ്ചായത്തിന്റെ ചുമതല അല്ലെന്നാണ് അധികൃതർ പറയുന്നത്. കാടുകൾ വളർന്ന് റോഡിലേക്ക് നിൽക്കുന്നത് കാരണം ബസ്സുകളും മറ്റും വരുമ്പോൾ സൈഡ് കൊടുക്കാനാവാതെ മറ്റു വാഹനങ്ങളും ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയെങ്കിലും പാതയോരത്തെ കാടുകൾ വെട്ടിനീക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കാനോ സ്കൂൾ കുട്ടികൾക്ക് സൈഡിലേക്ക് മാറി നിൽക്കാനോ മറ്റ് യാതൊരു വിധത്തിലുള്ള സൗകര്യമില്ലാതെ ഈ ഏരിയ മാത്രം സ്റ്റേറ്റ് ഹൈവേ ആണെന്ന് പറയുന്നു. PWDക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. അമ്പലവയൽ കോൺഗ്രസ് പഞ്ചായത്ത് കമ്മിറ്റി 52, 53, 54 എന്നീ ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ദിരാജി അനുസ്മരണവും മുതിർന്ന പൗരന്മാരെയും SSLC വിജയികളെയും ആദരിക്കലും നടത്തി. മഞ്ഞപ്പാറയിൽ നടന്ന പരിപാടി KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ MLA ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയാണ് ജനദ്രോഹ തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ കേരളത്തിൽ മുണ്ടുടുത്ത മോദിയായ പിണറായിയാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ജോസ് അധ്യക്ഷനായിരുന്നു. IC ബാലകൃഷ്ണൻ MLA, KE വിനയൻ, PV ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു മുണ്ടുടുത്ത മോഡിയാണ് കേരളം ഭരിക്കുന്നത്, ശ്രീ പിണറായി വിജയൻ. കഴിഞ്ഞ കുറേ ദിവസമായി അദ്ദേഹം വളരെ സന്തോഷവാനാണ്. പത്രക്കാരോടൊന്ന് കടക്കുപുറത്ത് എന്ന് പറഞ്ഞതൊഴിച്ചാൽ വലിയ സന്തോഷത്തിലാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പത്രത്തിൽ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച വാർത്തകളൊന്നും വരുന്നില്ല, ഒരു വാർത്തയും വരുന്നില്ല. ബത്തേരി ടൗണിൽ യാത്രക്കാർക്ക് ബസ് കാത്തിരിക്കാൻ കേന്ദ്രങ്ങളില്ലാതെ വലയുന്നു. ചുങ്കത്താണ് ഇരുവശങ്ങളിലും മഴയും വെയിലുമേറ്റ് ബസ് കാത്തു നിൽക്കേണ്ട ഗതികേട്. വർഷങ്ങൾക്ക് മുൻപ് ഫുട്പാത്ത് നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റിയതാണ് ഇവിടുത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. നിലവിൽ സമീപത്തെ കടത്തിണ്ണകളെയാണ് യാത്രക്കാർ ആശ്രയിക്കുന്നത്. ബത്തേരി ടൗണിൽ ഏറ്റവും തിരക്കേറിയ ചുങ്കത്താണ് ബസ് കാത്തുനിൽപ്പ് കേന്ദ്രമില്ലാതെ യാത്രക്കാർ വലയുന്നത്. ദിനംപ്രതി വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഇവിടെ ബസ് കാത്തു നിൽക്കുന്നത്. പുൽപ്പള്ളി, മുത്തങ്ങ, ചീരാൽ, പാട്ടവയൽ ഭാഗങ്ങളിലേക്കും കൽപ്പറ്റ, കോഴിക്കോട്, വടുവഞ്ചാൽ, മാനന്തവാടി, താളൂർ തുടങ്ങിയ ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യേണ്ടവർ ചുങ്കത്താണ് ബസ് കാത്തു നിൽക്കുന്നത്. എന്നാൽ ഇവിടെ രണ്ടു ഭാഗങ്ങളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ലാത്തതിനാൽ ഫുട്പാത്തുകളിലും കടത്തിണ്ണകളിലുമാണ് യാത്രക്കാർ നിൽക്കുന്നത്. പലപ്പോഴും മഴയും വെയിലുമേറ്റ് കൈക്കുഞ്ഞുങ്ങളുമായി നിൽക്കുന്ന യാത്രക്കാരുടെ ദൃശ്യം ദയനീയമാണ്. മുമ്പ് ഇവിടെ കീർത്തി ടവറിന് മുന്നിലായി ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടായിരുന്നുവെങ്കിലും 2 വർഷം മുമ്പ് ഫുട്പാത്ത് നവീകരണത്തിന്റെ ഭാഗമായി ഇത് പൊളിച്ചു നീക്കിയിരുന്നു. എന്നാൽ പിന്നീട് കാത്തിരിപ്പ് കേന്ദ്രം പുനഃസ്ഥാപിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല. കച്ചവട സ്ഥാപനങ്ങൾക്ക് മുന്നിൽ യാത്രക്കാർ നിൽക്കുന്നത് കച്ചവടക്കാർക്കും ഇവിടെയെത്തുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ചുങ്കത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. ഒരു വർഷത്തിന് മുകളിലായി ഇവിടെയുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് പൊളിച്ചു മാറ്റുകയുണ്ടായി. അതിന് പകരം ഇത്ര നാളായിട്ടും ഒരു ബസ് സ്റ്റോപ്പോ അല്ലെങ്കിൽ യാത്രക്കാർക്ക് നിൽക്കാനുള്ളൊരു സൗകര്യം ഇതേവരെ അധികൃതർ ഭാഗത്തുനിന്ന് അതിനുള്ളൊരു നടപടി ഉണ്ടായിട്ടില്ല. മഴയായാലും വെയിലായാലും ഇവർ പുറത്ത് നിൽക്കുക. മഴക്കാലത്ത് നമ്മളെപ്പോലുള്ള കച്ചവടക്കാരുടെ ഷോപ്പിന് മുമ്പിലാണ് ഇവരിങ്ങനെ നിൽക്കുന്നത്. അത് നമ്മൾക്കും ബുദ്ധിമുട്ടാണ്, യാത്രക്കാർക്കും ബുദ്ധിമുട്ടാണ്. വയനാട് ന്യൂസ്, ബത്തേരി. വിദ്യാർത്ഥികൾ മുതൽ വീട്ടമ്മമാർ വരെ ജീവിതശൈലി രോഗത്തിന്റെ പിടിയിലമരുന്ന വർത്തമാനകാലത്തിൽ പുൽപ്പള്ളിയിലെ വീട്ടമ്മ നടത്തുന്ന ഹൈടെക് ഫിറ്റ്നസ് സെന്റർ ശ്രദ്ധേയമാകുന്നു. ജീവിതശൈലി രോഗങ്ങൾ തന്നെയും കീഴ്പ്പെടുത്തുകയാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് വീട്ടമ്മയായ പുൽപ്പള്ളി കൊല്ലപ്പള്ളിയിൽ വിദ്യ സുഹൃത്തുക്കളുമായി കൂടിയാലോചിച്ച് വനിതകൾക്ക് മാത്രമായി ഹൈടെക് ഫിറ്റ്നസ് സെന്ററുമായി സജീവമായിരിക്കുന്നത്. ഒരു ഹൈടെക് ഫിറ്റ്നസ് സെന്റർ ആരംഭിക്കുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് തിരിച്ചറിഞ്ഞെങ്കിലും തന്റെ കഠിന പ്രയത്നം കൊണ്ട് ഇന്നത് പ്രാവർത്തികമാക്കിയെന്നാണ് വിദ്യ പറയുന്നത്. ഇതിനകം തന്നെ 300ഓളം പേർ വിദ്യയുടെ അതുല്യ ഹൈടെക് ഫിറ്റ്നസ് സെന്ററിൽ പരിശീലനം നടത്തുന്നുണ്ട്. നഗരങ്ങളിലും മറ്റും വനിതകൾക്കായി ഫിറ്റ്നസ് സെന്റർ നടത്തുന്നുണ്ടെങ്കിലും
നാട്ടിൻപുറങ്ങളിലെ വനിതകൾക്ക് വ്യായാമവും പരിശീലനവും എന്നും അപ്രാപ്യമായിരുന്നു. ഇതിനൊരു പരിഹാരമെന്ന നിലയിലാണ് വിദ്യ ഹൈടെക് ഫിറ്റ്നസ് സെന്ററിന് രൂപം നൽകുന്നത്. അതുല്യ ഹൈടെക് ഫിറ്റ്നസ് സെന്റർ എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കുമ്പോഴും എത്രത്തോളം പേർ പരിശീലനത്തിനെത്തുമെന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. എന്നാൽ ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചതോടെ വീട്ടമ്മയും വിദ്യാർത്ഥിനികളും അധ്യാപികമാരുമെല്ലാം ഇവിടെയെത്തി പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. രാവിലെ 5 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഇവിടെ പരിശീലനത്തിന് അവസരമൊരുക്കിയിട്ടുള്ളത്. ഷുഗർ, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, കാൽമുട്ടുവേദന എന്നിങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകാൻ വിദ്യയെ കൂടാതെ 2 വനിതാ പരിശീലകരും ഇവിടെയുണ്ട്. വനിതകൾക്ക് മാത്രമായതുകൊണ്ട് വനിതകൾക്ക് ഒത്തിരി സുരക്ഷിതമുണ്ട്. 2 ട്രെയിനേഴ്സിനെ വെച്ചിട്ടുണ്ട്. സ്ത്രീകളെ തന്നെ അവർ ഫുൾ ടൈമും അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശാരീരികക്ഷമതയുള്ള വനിതകളെ വാർത്തെടുക്കുകയെന്ന ശ്രമകരമായ ദൗത്യം കൂടി വിദ്യയുടെ ഈ ശ്രമത്തിലുണ്ട്. പെൺകുട്ടികൾക്ക് തടി കുറച്ച് ശാരീരികക്ഷമത വീണ്ടെടുക്കാൻ കഴിയുമെന്നുമാണ് പറയുന്നത്. ഞാനിവിടെ തുടക്കം മുതൽ വരുന്ന ഒരാളാണ്. എനിക്ക് ഇതിനു മുമ്പ് അത്യാവശ്യം നല്ല തടി ഉണ്ടായിരുന്നു. നടക്കുമ്പോൾ ഒരുപാട് കിതപ്പ് അനുഭവപ്പെടുമായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ ഒരു ഫിറ്റ്നസ് സെൻ്റർ ഇല്ലായിരുന്നു. അത് വിദ്യ ചേച്ചി രൂപീകരിച്ചു. വനിതകൾക്കായി സ്വിമ്മിംഗ് പൂളും ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ വീട്ടമ്മ. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ജില്ലയിൽ മഴ കുറഞ്ഞതോടെ കുട, റെയിൻകോട്ട് വിപണിയിൽ വൻ ഇടിവ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇവയുടെ വിൽപ്പനയിൽ 70% കുറവാണ് വന്നിരിക്കുന്നത്. മഴക്കുറവ് ജില്ലയിലെ കാർഷിക മേഖലയെ ബാധിച്ചതിനു പിന്നാലെ കച്ചവട മേഖലയെയും സാരമായി ബാധിച്ചു. ഇതിൽ ഏറെ ബാധിച്ചത് കുട, റെയിൻകോട്ട് വിപണികളെയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വിൽപ്പനയിൽ വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ജില്ലയിൽ കഴിഞ്ഞ 3 വർഷമായി മഴ കുറഞ്ഞതോടെ ഇവയുടെ വിൽപ്പനയും ഗണ്യമായി കുറഞ്ഞു. മുമ്പ് മഴക്കാലങ്ങളിൽ ഒരു ദിവസം 200 കുട വരെ വിറ്റഴിച്ച കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 20 വരെയായി കുറഞ്ഞതായി കച്ചവടക്കാർ പറയുന്നു. കർക്കിടകം പകുതി പിന്നിട്ടിട്ടും മഴയില്ലാത്തത് കൂടുതൽ സ്റ്റോക്ക് എടുത്ത കച്ചവടക്കാർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. 200 എടുത്ത ദിവസം വിറ്റെടുത്ത് ഇപ്പോൾ അതിൻ്റെ 10% മാത്രമേ ഇപ്പോൾ സെയിൽ നടക്കുന്നുള്ളൂ. വയനാട് ന്യൂസ്, ബത്തേരി. പഴശ്ശിരാജ കോളേജിൽ 2 ദിവസത്തെ കമ്പ്യൂട്ടർ സയൻസ് ദേശീയ ശില്പശാല സമാപിച്ചു. സമ്മേളനം കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ A.O. റോയ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ P. രാജേഷ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ നിത ഫ്രാൻസിസ്, പ്രൊഫസർ ജോഷി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ശില്പശാലയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയിലെ ഡോക്ടർ K. ബിജു സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മേപ്പാടി പഞ്ചായത്തിലെ 4ാം വാർഡിൽപ്പെടുന്ന നെടുമ്പാല ചുരിക്കുനി റോഡ് തകർന്നു. നിരവധി തോട്ടം തൊഴിലാളികൾ അടക്കം 100 കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡാണ് ഇത്. തകർന്നു കിടക്കുന്ന റോഡിനെ വർഷങ്ങളായി അധികൃതർ അവഗണിക്കുകയാണെന്നാണ് പരാതി. നെടുമ്പാലയിൽ നിന്ന് HML എസ്റ്റേറ്റിലൂടെ ചൂരക്കുനി വരെ പോകുന്ന 3 കിലോമീറ്റർ റോഡാണിത്. റോഡ് തുടങ്ങുന്നിടത്ത് 300 മീറ്റർ 1 മാസം മുമ്പ് നവീകരിച്ചിരുന്നു. എന്നാൽ ഗതാഗതം ദുഷ്കരമായ മറ്റു ഭാഗങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് നാട്ടുകാർക്ക് ദുരിതമാകുന്നത്. റോഡിന്റെ നവീകരണത്തിന് തുക വകയിരുത്തിയിട്ടുണ്ടെങ്കിലും കോൺട്രാക്ടർമാർ ഏറ്റെടുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. കുത്തനെ കയറ്റമുള്ള റോഡിൽ കല്ലുകൾ ഇളകിക്കിടക്കുന്നതിനാൽ ഇരുചക്രവാഹനങ്ങൾ നിരന്തരം അപകടത്തിൽപ്പെടാറുള്ളത് പതിവാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാട്ടുകാർ നിരവധി തവണ അധികൃതരെ സമീപിച്ചിട്ടും യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇതുകാരണം കാൽനടയാത്രക്കാരും വിദ്യാർത്ഥികളും ബുദ്ധിമുട്ടുകയാണ്. റോഡിനോടുള്ള അവഗണന മാറ്റി നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. എല്ലാ സമയത്ത് ഒരു ദിവസം ഓട്ടോറിക്ഷ ഇങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ടായി. വരുമ്പോൾ റോഡ് മോശമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ വണ്ടി കയറുമ്പോൾ എന്തോരം പാടാന്നറിയോ. വയനാട് ന്യൂസ്, മേപ്പാടി. നവലിബറൽ നയങ്ങളെ ചെറുക്കുക, മതനിരപേക്ഷതയുടെ കാവലാളാവുക എന്ന സന്ദേശമുയർത്തി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, കാപ്പിസെറ്റ്, ഇരുളം എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ K. റഫീഖ്, വൈസ് ക്യാപ്റ്റൻ KP ഷിജു, മുഹമ്മദ് അലി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ജാഥ. സജി മാത്യു അധ്യക്ഷനായിരുന്നു. ശിവൻ, ബിജു, AV ജയൻ, PM മുഹമ്മദ്, MS സുരേഷ് ബാബു, MB വിനേഷ്, ബിന്നി ലൂയിസ് തുടങ്ങിയവർ സംസാരിച്ചു. പുൽപ്പള്ളിയിൽ ഡിവൈഎഫ്ഐ ജാഥയ്ക്ക് CPM, SFI, CITU പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പനമരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിലുള്ള 150, 151, 155 ബൂത്ത് കുടുംബ സംഗമവും ഇന്ദിരാജി അനുസ്മരണവും നടത്തി. മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T. ഉഷാകുമാരി, കൽപ്പറ്റ മുനിസിപ്പൽ ചെയർമാൻ PP അലി തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന നേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. 16ാമത് സംസ്ഥാന ജൂനിയർ ത്രോബോൾ ചാമ്പ്യൻഷിപ്പിന് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് M. മധു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സഹദ് അധ്യക്ഷനായിരുന്നു. ഹംസ കോട്ടനാട്, P. ബാലൻ, ജോൺ VV, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ മെമ്പർ KS ബാബു തുടങ്ങിയവർ സംസാരിച്ചു.
കബനിഗിരി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം വർഗീസ് മുരിയൻകാവിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം PV സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. മികച്ച ക്ഷീരകർഷകരെ ആദരിക്കൽ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കോശി ജോസഫും 25 വർഷം സംഘത്തിൽ പാലളന്ന ക്ഷീരകർഷകരെ ആദരിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിനു കച്ചിറയിലും SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ പഞ്ചായത്ത് അംഗം PA പ്രകാശനും MRDF ചാരിറ്റി ഫണ്ട് വിതരണം വാസുദേവനും മെഡിക്കൽ ക്ലെയിം വിതരണം പനമരം ക്ഷീരവികസന ഓഫീസർ പ്രജിഷ വിജയനും നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അടിവാരം കൈതപ്പൊയിലിൽ വാഹനാപകടം, 6 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. അപകടം ബസ്സും ജീപ്പും കാറും കൂട്ടിയിടിച്ച്. മരിച്ചവരിൽ വടുവഞ്ചാൽ സ്വദേശിയും 3 കുട്ടികളും. അപകടം 2 മണിയോടെ ദേശീയപാതയിൽ. പച്ചക്കറികളിൽ വില ഉയർന്ന് തക്കാളിയും സവാളയും. വില ഉയരാൻ കാരണം ഉത്തരേന്ത്യയിലേക്കുള്ള കയറ്റുമതി. വില ഇനിയും ഉയരാൻ സാധ്യതയെന്നും കച്ചവടക്കാർ. ബത്തേരി അർബൻ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഈ മാസം 20-ന്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. 13-അംഗ ബോർഡിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് 73 പേർ. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി തിങ്കളാഴ്ച. ഓവുചാലുകളില്ല, മഴ പെയ്താൽ പുഴയായി മാറി. ഊട്ടി കോഴിക്കോട് റോഡിലെ മൂപ്പൈനാട് ജംഗ്ഷൻ. കാടുമൂടി യാത്രാ ദുരിതം തീർത്ത് മുള്ളൻകൊല്ലി പുൽപ്പള്ളി റോഡ്. കാടുമൂടിയത് വാടാനക്കവല മുതൽ ചൈന്ത വരെയുള്ള ഭാഗം. ബത്തേരി ചുങ്കത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല. യാത്രക്കാർ ബസ് കാത്തുനിൽക്കുന്നത് മഴയും വെയിലുമേറ്റ്. സമീപത്തെ കച്ചവട സ്ഥാപനങ്ങൾക്കും ദുരിതം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.